and Arya. ഇന്റർവ്യൂകളുടെ സ്വഭാവം തന്നെ മാറ്റിയെടുത്ത ധ്യാൻ ശ്രീനിവാസൻ. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പടച്ചുവിടാൻ പറ്റിയ സാധനമല്ല. പഴകം തോറും വൈൻ്റെ വീര്യം കൂടുമെന്ന് പറഞ്ഞ പോലെ പഴകിച്ച് ഒരു ലെവലാവുമ്പോഴേ ഇതിനെ തൊമ്പ വിടുകയുള്ളൂ. പക്ഷെ ഈ ഫേസ് ഇതാണ് ഫേസ് ഓഫ് കോൺഫിഡൻസ് മീഡിയ. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളവരെല്ലാരും കൂടെ അതിനെ അങ്ങ് വളർത്തി വലുതാക്കി ഞാൻ നൈസായിട്ട് അതിന് കൂടെ നിന്ന് അങ്ങ് വളർന്ന സത്യമാണല്ലോ. ഇൻഷാക്കാണോ യൂട്യൂബ് തുടങ്ങി? കാരണം 2006 ആദ്യമായിട്ട് കണ്ടന്റ് വിട്ട ആളാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ എന്ന രണ്ട് കുടുംബത്തിന്റെ 3ാം വാർഷികമാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട 2 താരങ്ങൾ ഈ വേദിയിലേക്ക് വരുന്നു. ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ആര്യ. ഒപ്പം നമ്മുടെ സ്വന്തം എല്ലാമായി ഇൻഷാലിക്കയും 3 പേരും ചേർന്ന് ഈ വേദിയിലേക്ക് വരുന്നു. കൈയടി കൊടുത്തുകൊണ്ട് നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. നല്ല കാര്യം എടുത്തോണ്ട് നമുക്ക് ഒപ്പം നമ്മുടെ കോഴിക്കോടിന്റെ എല്ലാ സ്റ്റാഫിനെയും ഒക്കെ ഇതിനകത്തേക്ക് അവിടെ പുറത്തു നിൽക്കുന്നവരൊക്കെ അതുപോലെ നമ്മുടെ PRO കുടുംബാംഗങ്ങളിലെ എല്ലാവരും ഒരിക്കൽ കൂടി മുഴുവൻ്റെ പേരിൽ ഇൻഷാന്റെ പേരിലും കമ്പനിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മുഴുവൻ്റെ CEO അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ സ്വന്തം എല്ലാമായ ഇൻഷാദിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു കാര്യമുണ്ട്, ശീലമില്ലാത്ത കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുക, അടുത്ത പ്രോഡക്റ്റ് എപ്പിസോഡ് വെക്കുക, നമ്മുടെ പരിപാടികൾക്കൊക്കെ ആൾക്കാരുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. കണ്ടറിയാം എന്താ നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയെ അതിന്റെ പ്രൊമോഷനിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന എല്ലാവരെയും മൂവി വേൾഡ് വിഷ്വൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD എന്ന നിലയിൽ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. 2003 ഒരു മ്യൂസിക് കമ്പനിയായി തുടങ്ങി ആൽബം, സിനിമ എന്നിവ കാസറ്റായും CD ആയും കോളർട്യൂണായും പിന്നീട് ഡിജിറ്റൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ 350-ലധികം ചാനലുകളും പേജുകളും 8 ഭാഷകളിലായി 4000-ലധികം സിനിമകളും കോപ്പിറൈറ്റുള്ള ഒരു കമ്പനിയാണ് മൂവി വേൾഡ് വിഷ്വൽ മീഡിയ. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ കൊച്ചി, ചെന്നൈ, മുംബൈ, ദുബായ് എന്നീ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ എന്നീ ചാനലുകൾ തുടങ്ങി 3 വർഷം കഴിഞ്ഞതിന്റെ ഇൻഫോർമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇവിടെ നടക്കുന്നത്. മൂവി വേൾഡിലെ ചാനലുകൾക്ക് നിരന്തരം കണ്ടു തരുന്ന എല്ലാ PROമാരെയും സ്വാഗതം ചെയ്യും. മാറുന്ന മലയാള സിനിമയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് മൂവി വേൾഡ് കുടുംബത്തെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെയും ഈ ഒരു സ്നേഹ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. മലയാളികളുടെ ഡിജിറ്റൽ സ്പേസിൽ ചിരിയായും ചിന്തയായും വന്നു ചേർന്ന് ഇന്റർവ്യൂകളുടെ സ്വഭാവം തന്നെ മാറ്റിയെടുത്ത ധ്യാൻ ശ്രീനിവാസൻ ഒരു നടിയായും ഇൻഫ്ലുവൻസറായും സംരംഭകയായും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന ആര്യയുടെ മലയാള സിനിമയുടെ പ്രൊമോഷൻ രംഗത്ത് ഇനിയും ഒരുമിച്ച് പ്രവർത്തിക്കാനും പരസ്പരം വളരാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളോട് ഈ വേദിയിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞാൻ 2 പേരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റുകളായിട്ട് വന്നത്. എല്ലാവരും ഗസ്റ്റുകളാണ്, പക്ഷെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട 2 പേരിൽ
ഞാൻ ആദ്യം വിളിക്കാൻ പോകുന്ന ആര്യനെയാണ്, വേറെ ആര്യല്ല. കാരണം ധ്യാൻ എന്തൊക്കെ പറയാൻ പോകുന്നത് നമുക്കറിയാം. ഉജ്ജ്വലൻ എന്ത് വേണമെങ്കിലും പറയും. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം. ആര്യനെ ഞാൻ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ കൊടുത്തുകൊണ്ട് നമുക്ക് ആര്യ ബിഡായെ നമുക്ക് ബിഡായി തരാം. ഫുൾ ബിഡായി കഴിയും. മൂവികളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. എനിക്കറിയായിരുന്നു ആ നോട്ടം വന്നപ്പോഴേ എന്നെയാണ് ആദ്യം വിളിക്കാൻ പോകുന്നത്. കാരണം ഇത് മേജർ കണ്ടന്റ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പടച്ചു വിടാൻ പറ്റിയ സാധനമല്ല. ഇത് കുറച്ചുകൂടി ഒന്ന് ഈ പഴകം തോറും വൈന് വീര്യം കൂടുന്നു പറഞ്ഞ പോലെ പഴകിച്ച് ഒരു ലെവലാവുമ്പോഴേ ഇതിനെ തുറന്നു വിടുകയുള്ളൂ. എന്നാലേ അതിനൊരു എഫക്ട് ഉണ്ടാവുള്ളൂ. അതാണ് അല്ല, പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒത്തുചേരലിന് ഞാൻ എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള ഒരു വലിയ ചോദ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഫേസ്, ഇതാണ് ഫേസ് ഓഫ് ഓൺലൈൻ മീഡിയ. അതായത് ഓൺലൈൻ മീഡിയ ഞാൻ കണ്ടില്ല ചാറിനെ ഇങ്ങനെ കാണിച്ചിട്ടൊന്നും. ഒരു ഓൺലൈൻ മീഡിയ വഴി ഇത്ര ഗംഭീരമായി പടം എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള സത്യം പറയാൻ അത് കാണിച്ചു തന്നത് ധ്യാനാണ്. ഒരു സംശയമില്ല, ധ്യാൻ ആ ഒരു സാധനം ഇട്ടുകൊടുത്തു. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളവരെല്ലാരും കൂടെ അതിനെ അങ്ങ് വളർത്തി വലുതാക്കി. ഞാൻ നൈസായിട്ട് അതിന് കൂടെ നിന്ന് അങ്ങ് വളർന്നു. സത്യമാണല്ലോ, അത് മറുപടി പറയാനില്ല. പക്ഷെ ഒറ്റ കുഴപ്പമില്ല, ഞാൻ കൺഫ്യൂസ് ആണ്. എന്നെ കുത്തുന്നതാണോ പുകഴ്ത്തുന്നതാണോ വളർത്തുന്നതാണോ പുകഴ്ത്തുന്നതാണോ അത് മാത്രം. അത് പാവം ഷാദിക്കൊക്കെ ചെറിയ അബദ്ധം പറ്റിപ്പോയതാണ്. അതെ, അത് തപ്പിപ്പിടിച്ച് വായിക്കാൻ തന്നെ എന്തോരം പാടുപെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. എന്ത് കാര്യത്തില് ആ കണ്ണാടി മറന്നുപോയി, അത് ആദ്യം ഫിക്സ് ചെയ്തോളൂ. ഇതൊന്നും കാണാനും വേല, ഇത് കയ്യിലും പിടിച്ചത് വായിക്കേണ്ടത് കറക്റ്റ് ആയിട്ട്. ആയതുകൊണ്ട് മാത്രം ഞാൻ വിട്ടുകൊടുത്തതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അല്ല, ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ വെറും ഒരു എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്നതിലുപരി അതിനെ എങ്ങനെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ നമുക്കൊരു ഫിലിം എന്നതിന് ഫിലിംസ് മാത്രമല്ല, ഇപ്പം എന്തൊക്കെയൊക്കെയാണ് ഇപ്പൊ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു സംരംഭം പോലും ബീങ് ആൻ ഓൺട്രപ്രണർ എനിക്കറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് ഓൺലൈൻ വഴി തന്നെയാണ്. അപ്പൊ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ഒരു നമ്മൾ തുടങ്ങുന്നത് എന്തൊരു സംരംഭമായിക്കോട്ടെ അതിനെ എങ്ങനെ വളരെ പോസിറ്റീവായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും എങ്ങനെ അതിനെ നമുക്ക് പോർട്രേ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നതും അതിനുവേണ്ടി മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഒരുക്കിയതും ഉറപ്പായിട്ടും ഇപ്പൊ നമ്മുടെ മൂവി വേൾഡ് മീഡിയ പോലെയുള്ള എത്രയോ ഒട്ടനവധി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അതിന് വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറയാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് നിങ്ങളുടെ. എത്ര ചാനൽസ് ആണ്, എത്ര പേരിലാണ് ചക്കപ്പഴം മാമ്പഴം എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങൾ ഡെയിലി ഓരോ പുതിയ പേജുകൾ കാണാം ഡെയിലി. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതിനും വേണം ഒരു പ്രത്യേക കഴിവിലുപരി ഒരു ക്വാളിറ്റി ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വലിയൊരു ടാസ്ക് ആണ്. അതിന് മൂവി വേൾഡ് മീഡിയ 100% സക്സസ്ഫുൾ ആണ്. അത് ഞാൻ മനസ്സിലാക്കി അനുഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ വണ്ടർഫുൾ ടീമാണ് നിങ്ങളുടെ. വിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂ പാറ്റേൺ ഇസ് ഓൾസോ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എനിക്കൊക്കെ ശരിക്കും പറയാം ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പേടിച്ചരായി എന്തൊക്കെ സ്ഥിരം വരുന്ന എനിക്ക് കുറച്ച് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിഗ് ബോസ് വീട്ടിൽ അന്ന് കാര്യം പിടിച്ച് വലിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാ സ്ഥിരം കേൾക്കുന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മൾ എന്താണോ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പിന്നെ ആ ഉത്തരത്തിൽ നിന്നും കണക്ട് ചെയ്ത് അവൻ എന്ത് തോന്നുന്നു അതാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ എല്ലാ കോൺട്രവേഴ്സി കാര്യങ്ങളും അവൻ കവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യില്ല. അതും ഒരു ടാലന്റ് ആണ്. അപ്പൊ മൂവി വേൾഡ് മീഡിയക്കാണ് ശരിക്കും പറഞ്ഞാൽ കയ്യടി കൊടുക്കേണ്ടത്. ഇതുപോലെയുള്ള വളരെ വ്യത്യസ്തരായ ടാലന്റുകളായിട്ടുള്ള വളരെ
ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയാ, എല്ലാ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ഇട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് മൂവി വേൾഡ് മീഡിയ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ വലിയൊരു സക്സസ് പോയിന്റ് ആണ്. പിന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി, ഇതിലും ബെറ്റർ ആയിട്ട് ഇനിയും തുടർന്ന് കുറെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇനിയും കുറെ നല്ല പ്ലാറ്റ്ഫോംസ് ഈ ഒരു മദർ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാകാൻ സാധിക്കട്ടെ. ആൻഡ് എന്തൊരു പ്രൊമോഷൻ ആണെങ്കിലും, ഇപ്പൊ മൂവി ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് സംരംഭകരുടെ ഒരു ഫീൽഡിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ ഹോൾ ടീം ഓഫ് മൂവി വേൾഡ് മീഡിയ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. കൈ കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. താങ്ക് യു. ഇനി ഞാൻ ഈ വേദിയിലേക്ക് വേറെന്തൊക്കെ വേദിയിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, മൂവിയുടെ വിഷ്വൽ മീഡിയ കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം എന്താ പറയാ, PR കുടുംബത്തിന്റെ സ്വന്തം വലിയ ഞാൻ ശ്രീനിവാസൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കും നിറക്കാൻ വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യും. ദിനേശ് ചേട്ടനൊക്കെ ഇരിക്കുന്നത് എത്ര സീനിയർ, ദിനേശ് ചേട്ടനൊക്കെ ഇരിക്കുമ്പോ വല്യച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് തുടങ്ങിയ ഏത് വർഷമാണ്? 5 ഇൻഷാദൊക്കെയാണോ യൂട്യൂബ് തുടങ്ങി? കാരണം യൂട്യൂബ് തുടങ്ങിയിട്ട് 2006 ആദ്യമായിട്ട് കണ്ടന്റ് വിട്ട ആളാണ്. എന്നുവെച്ചാൽ യൂട്യൂബിനോടൊപ്പം തന്നെ വളർന്ന ആളാണ്. സത്യം സത്യം സത്യം. യൂട്യൂബ് പോലും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇത്ര വളരുന്നത്. സത്യം 98 ലാപ്ടോപ്പ് കൊണ്ട് നടന്ന വിഷ്വൽസ് എടുത്ത് ഷൂട്ടിംഗ് വിട്ടോണ്ടിരുന്ന ആളാണ്. അല്ലെ, പ്രൊമോഷന് വേണ്ടി നമ്മള് കണ്ട ഒരു കേബിൾ TV ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ഏത് കാലം നിങ്ങൾ തിരിച്ചറിയുന്നുള്ളത്. അപ്പൊ എത്ര പ്രായമുണ്ട് ഇപ്പൊ? അതാ വലിയ അപ്പൊ ദിനേശന്റെ പേര് മതി മുത്തശ്ശനും അത് വലിയ അല്ല. ഞാൻ പറഞ്ഞ 2008 അല്ലെ ഫസ്റ്റ് എന്നോട് കഴിഞ്ഞപ്പോ വരുമ്പോ ഞാൻ പറഞ്ഞു അന്ന് 15 മിനിറ്റോളം മാത്രമേ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അന്ന് 2 മണിക്കൂറുള്ള സിനിമ അപ്ലോഡ് ചെയ്യാൻ നോക്കിയാണ് യൂട്യൂബ് ഒരു നിർത്തിക്കോ, ഞങ്ങള് പഠിച്ചു വരുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്രയും ലെവലിലോട്ട് ആയിട്ടില്ല. അപ്പോ ദയവ് ഇത് ഞങ്ങൾക്ക് ഇനിയും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയം തരും. ഇന്ന് യൂട്യൂബ് വളർന്നു. ഇനി എനിക്കൊന്ന് അവിടെയുള്ള ഈ പ്ലേറ്റ് ഗോൾഡൻ ഇതൊക്കെ ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് അത് ഏറ്റവും കൂടുതലുള്ള ഈ മനുഷ്യന്റെ ഓഫീസിലായിരിക്കും അങ്ങനെ നോക്കുന്നു അല്ലെ. അത് ഏറ്റവും വലിയ കാര്യം സ്വന്തം ചാനൽ എത്രയുണ്ടെന്ന് പോലും അറിയണം. അത് നോക്കി വായിച്ച ലോകത്ത് ആദ്യത്തെ അല്ല എത്ര എനിക്ക് ഓഫീസ് ബോംബെ, ചെന്നൈ, ദുബായ് ഓഫീസ് എവിടെയുണ്ടെന്ന് അറിയില്ല. മുതലാളി ഞാൻ ഇൻഷാദായിട്ട് നമുക്കൊരു സൗഹൃദമുണ്ട്. അപ്പൊ ഇൻഷാദ ഇതൊക്കെ എനിക്ക് തോന്നുന്നു മൂവി വേൾഡ് മീഡിയ ഒക്കെ ചെറുതാണ് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ ചാരിറ്റി പോലെ നടത്തി പോവുകയാണ്. അതായത് ശമ്പളം തരുന്ന ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് പുള്ളി ചെയ്തു പോകാൻ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോ അങ്ങനെ ഈ ഇത്രയും ആൾക്കാർ, അപ്പൊ എനിക്ക് തോന്നുന്നു മൂവി വേൾഡ് മീഡിയ വന്നിട്ട് ഇപ്പൊ 3ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ തുടക്കം മുതലുള്ള ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഇതിന്റെ 3 വർഷം മുന്നുള്ള തുടക്കം മുതലേ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂകളും പരിപാടികളും ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് വേറെ ആളായിരുന്നു. അത് എന്താണെങ്കിലും 3 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിന് വീണ്ടും ഈ ചാരിറ്റി തുടർന്ന് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും ഇതിന്റെ ഈ ഒരു 3 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വേളയിൽ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ബാക്കി നമ്മൾ PROs നമ്മൾ എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. അപ്പോ എന്തായാലും എന്നെ അലിനെയൊക്കെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമല്ല, ഒരു ഇൻഫോർമൽ ഗാദറിംഗ് ആണ്. അപ്പം എന്തായാലും താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. പുതിയ ദിവസത്തിന്റെ വേൾഡിന്റെ 3ാം വാർഷികത്തിന്റെ നിമിഷം ഒരു ചെറിയൊരു താങ്ക്സിനോട് ഞാൻ ഇതിന്റെ എല്ലാമായ മാനേജർ കുഞ്ഞുമോൻ ചേട്ടനെ കൈ കൊടുത്ത് സ്വാഗതം ചെയ്യാൻ. കുഞ്ഞുമോൻ ചേട്ടൻ
എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുഞ്ഞമ്മ. ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. നമ്മളോട് ഒത്തുചേർന്നിരിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുക, ഒരു കൂട്ടായ്മയായിട്ട് മുമ്പോട്ട് പോവുക, ഞങ്ങൾ കമ്പനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ്. ഞങ്ങൾ ക്ഷണിച്ച ഞങ്ങൾ ഇഷ്ടാദികളായ ധ്യാനും ആര്യയും വന്നു. അതുപോലെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്വന്തം പേരിലും മൂവികളുടെ മീഡിയയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ത്യയിലെ 9 ലാംഗ്വേജുകളായിട്ടാണ് ഞങ്ങൾ ഇത്തരം ചാനലുകളും പേജുകളും ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കും പരസ്പരം അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല ബിസിനസ് സാധ്യതകളും നമ്മുടെ ഈ ചാനൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ച പോലെ വീഡിയോ ആണ്, അല്ലെങ്കിൽ മൈക്ക് ബ്രാൻഡിങ്, ലോഗോ ബ്രാൻഡിങ്, അല്ലെങ്കിൽ പ്രൊമോഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ഞങ്ങളോട് നേരിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ നിങ്ങൾ ഇതുവരെ നൽകി വന്ന എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ നന്ദി. മുമ്പോട്ടും ഞങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ എല്ലാ നിസ്സീമമായ സഹകരണം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം. PRO എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ നമ്മുടെയൊക്കെ ഓർമ്മൊപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം നിരാശകൾ ഒന്ന് ഒരു ആശംസയ്ക്ക് വേണ്ടി എല്ലാവരെയും പ്രതിനിധിച്ചുകൊണ്ട് ഒന്ന് സ്വാഗതം. നമസ്കാരം. ദിനേശ് സംസാരിച്ച് പരിചയമില്ല. 97 സിനിമയിൽ വന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ സിനിമ ഓഡിയോ വീഡിയോ കമ്പനി കുറെ ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പൊ എറണാകുളത്ത് കുറെ ഉണ്ട്. അതിനപ്പുറം കേരളത്തിലെ എല്ലാ ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ സിനിമ, ഭക്തിഗാനങ്ങൾ, അതിനെല്ലാം അന്ന് PRO എടുത്താണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അന്ന് കണ്ട രണ്ടുപേരാണ് നിഷാദും കുഞ്ഞും. ഞാൻ എനിക്ക് പറയുന്നത് ചില അത്ഭുതങ്ങള്, അത്ഭുതങ്ങളും അഭിമാനങ്ങളും സന്തോഷമാണ്. കാര്യം കുഞ്ഞുവിനെ വിളിക്കുന്നു, ആഘോഷമുണ്ട്, ഔദ്യോഗിക ഇദ്ദേഹം ഇത് അതിനൊക്കെ അത്ഭുതം. കാരണം ഇവിടെയുള്ള എല്ലാ ഓഡിയോ കാസറ്റ് കമ്പനി കയറുമ്പോഴും നമ്മൾ സ്വന്തം കമ്പനികളൊക്കെ ഉണ്ട്, എന്നാലും അവിടെ എവിടെയൊക്കെ കാണുമായിരുന്നു. പക്ഷെ അവർ വളർന്ന് ഇത്ര ആയപ്പോൾ ഞാനും വളർന്നു. ഇത്രയും വന്നപ്പോൾ എന്നെ വിളിച്ചത്, കാര്യം നിങ്ങൾ പഴയ ആളാണ്, വേണമെങ്കിൽ ഉപേക്ഷിക്കാൻ വരുന്നതാണ്. പക്ഷെ വിളിച്ചത് വളരെ സന്തോഷം. പക്ഷെ ഞാൻ വേറെ ആഗ്രഹമുണ്ടായിരുന്നു, PRO രണ്ടാമത് വരച്ചു, നേരിട്ട് കാണാൻ വരച്ചു. അത് നടന്നില്ല. കാര്യം അവർക്ക് വലിയ നഷ്ടമായിരുന്നു. ശരിക്കും നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ PROമാരും പ്രസിഡന്റ് ആകുന്നതായിരുന്നു. അത് അവരെയും അഭിമാന പ്രശ്നമാക്കി എടുക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന പോലെ തന്നെ എല്ലാവർക്കും സന്തോഷം. എന്നെ വിളിച്ചതിനും ഇത്രയും പേരെ കാണാൻ സാധിച്ചതിനും സന്തോഷം. മൂന്നാമത്തെ ആഘോഷം നമ്മളിവിടെ മൂവിയുടെ വിഷൻ മീഡിയയുടെ 2 ചാനലുകളുടെ ആഘോഷം കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർത്താൻ പോകുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഇപ്പം നമ്മൾ ആര്യനെയും ധ്യാനെയും ഒക്കെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് ചീഫ് ഗസ്റ്റുകൾ. നമ്മൾ ഒന്നിച്ചു കട്ട് ചെയ്തു. എല്ലാവരും ഉണ്ടാകണം. മൂവികളുടെ വിഷ്വൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, മൂവികളുടെ മീഡിയ ഓൺലൈൻ, ഈ 2 സ്ഥാപനങ്ങളുടെ 3ാം വാർഷികം നമ്മൾ ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് നമ്മളിതിൽ പങ്കാളികളാകാൻ പോകുന്നു. ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവരും സുഹൃത്തുക്കളാണ്. പത്രപ്രവർത്തകർ ഇടയ്ക്കിടയ്ക്ക് ചാക്കരി കച്ചവടങ്ങളോട് ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നിന്ന് പഠിച്ചു പോകുന്നത്. ഞാനൊക്കെ അറിയാതെ. അപ്പോൾ ഇനി ഇത്തരം കെട്ടുകഥകളും കൂട്ടായ്മയൊക്കെ ഉണ്ടാകണം. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നടന്നു വരണം എന്ന് വിചാരിക്കുന്നു. നല്ലതായിട്ട് ആശംസ നേരുന്നു. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരും ആദരിക്കാൻ പോവുകയാണ്. ഞാൻ അതിന് ധ്യാനെയും അതുപോലെ തന്നെ ആര്യയും ഇൻഷാദിനെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം. ഒരു കൈയിലുള്ള നമുക്ക് അവരെ ഒരിക്കൽ കൂടി ഒന്ന് വേദിയിലേക്ക് സ്വാഗതിക്കാം.
നമ്മള് സീനിയറിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ നമ്മുടെ ദിനചേട്ടനുണ്ട്, അതുപോലെ തന്നെ ജോസേട്ടനുണ്ട്. നമ്മള് ഇവിടെ മൂവികളുടെ കുടുംബത്തിന്റെ ഒരു സ്നേഹവും ബഹുമാനം, ഒരു സ്നേഹം ഇവിടെ വെച്ച് നമ്മൾ കൈമാറുകയാണ്. വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ കൈമാറുന്നുണ്ട്. ജോസേട്ടനെ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ കൊടുത്തുകൊണ്ട് നമ്മുടെ വാർഡ് ജോസേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ കൊടുക്കാം, എല്ലാവരും നല്ല കൈ കൊടുക്കാം. ഇത് ആസ്വദിക്കുമ്പോൾ ഞാൻ കുഞ്ഞുമകനെയും മൊബൈലിനെ ഓർക്കും. അതുകൊണ്ട് ഇനി ഇതുപോലെ ഇനി മലയാളം എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ഞാൻ ദിനേശേട്ടനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂവികളുടെ വിഷ്വൽ മീഡിയയുടെ കുടുംബത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ ദിനേശനെ ഒന്നിലേക്ക് സ്വാഗതം ചെയ്യണം. താങ്ക് യു ദിനേശേട്ടൻ. നമുക്ക് ഇനി നോക്കിയിരിക്കുന്ന നമ്മുടെ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ ഓരോരുത്തരും വിളിക്കുകയാണ്. ഷെരിച്ചേട്ടൻ ഞാൻ ഒന്ന് ഇതിലേക്ക് സ്വാഗതം ചെയ്തു. കൈ കൊടുത്തുള്ള ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കൈ കൊടുത്തുള്ള മലയാള സിനിമയിൽ നമുക്ക് വേണ്ടി ഒത്തിരി PR വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ മൂവി വേൾഡിന്റെ പേരിൽ ലോകം മുഴുവനും അല്ലെ ആ ഒരു ടൈറ്റിൽ കിട്ടിയിരിക്കുക. 2010 ഞാൻ ഫീൽഡിലേക്ക് വന്നത്. അപ്പം മുതൽ എനിക്ക് ഏകദേശം അറിയാം. കാര്യം ഞങ്ങൾ ചെയ്യുന്ന പല പടങ്ങളിലെ റൈറ്റ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ റൈറ്റ്സ് ആ കെയർ ഓഫീസിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മൂവി വേൾഡായി ഇപ്പം 3 വർഷമായി മൂവി വേൾഡ് തുടങ്ങി. അപ്പം മൂവി വേൾഡിന് എല്ലാവരുടെ ഭാഗങ്ങളും ഒപ്പം തന്നെ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാങ്കേതിക വിദ്യ മലയാള സിനിമയിൽ വരേണ്ടത്. പിന്നെ ഞാനിപ്പം അഭിമാനം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് പറയുകയാണ്, പുതിയ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരെ ഇപ്പൊ ഞങ്ങൾ യൂണിയനിൽ എടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഏകദേശം അവരുടെ വർക്കുകൾ ഞങ്ങൾ കാണണം. ഇനിയിപ്പോൾ അവരുടെ സിൻസിയാരിറ്റിയോടുകൂടി ആരെ വന്നാലും സിൻസിയാരിറ്റിയോടുകൂടി വർക്ക് ചെയ്യുക യൂണിയനിലേക്ക്. അവരുടെ വർക്കും എത്രത്തോളം നമുക്ക് നോക്കാം. എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഒരു പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, മീറ്റിംഗ് വെച്ചാൽ പല മൂവികളും ഇവിടെ വെച്ച് നേരിട്ട് കാണാൻ പറ്റിയാൽ വലിയ സന്തോഷമുണ്ട്. ഒരു ബഹുമതി ഒന്ന് ആദരിച്ചല്ലോ വിഷയക്ക് വളരെ നന്ദിയുണ്ട്. ഏതായാലും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. താങ്ക് യു. ഇങ്ങനെ ഒരു സഹായം ഞങ്ങളുടെ ഒത്തിരിയേറെ ഇവിടെ ആക്കി തന്നതിന്. ഓക്കെ, താങ്ക് യു. ശിവപ്രസാദ് ഇതിലേക്ക് അതിനോട് സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞെടുത്തുകൊണ്ട് മലയാള സിനിമയിൽ ഹിറ്റ് സ്വന്തം ശിവപ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞ സംസ്ഥാനത്തൊക്കെ രാജാക്കന്മാരൊക്കെ പറഞ്ഞ ചർച്ചയുടെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ വേദി ഈ സായാഹ്നം വിളിക്കുക മൂവി വേദിയിൽ 3 വർഷം നടന്ന സന്തോഷം. 3:30 ഉദ്ഘാടനം ചെയ്യാത്ത കെട്ടിടം അവസാനം ഉദ്ഘാടനം ചെയ്യാത്ത ഞാൻ കുറെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആദ്യം തന്നെ വെണ്ണലയിൽ നിന്ന് കാക്കനാടിൽ നിന്ന് വെണ്ണല എത്താൻ വേണ്ടി ഓട്ടോ കയറിയിട്ട് 1 മണിക്കൂർ എടുത്തു. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് 3 കോൾ വന്നു. പ്രതീക്ഷേട്ടാ ചാനലിൽ നിന്നാണ്. ഞങ്ങൾക്കിത് സാറ്റലൈറ്റ് ചാനലാണോ ഓൺലൈൻ ചാനലാണോ എന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധ്യാൻ ചേട്ടന്റെ വെള്ളോടി പാർട്ടി എവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവരുടെ ചോദിച്ചു, അത് PROമാരെ അങ്ങനെ കുറച്ചുപേരെ മാത്രമാണ് കോക്ടെയിൽ പാർട്ടി വിളിച്ചിരുന്നത്. എന്റെ പൊന്നായിട്ട് അതല്ല, ഇപ്പൊ ധ്യാൻ ചേട്ടൻ പറഞ്ഞ കംപ്ലീറ്റ് കിടക്കുകയാണ്. നാളെ വെള്ളോടി പാർട്ടി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് മീഡിയക്ക് വേണ്ടി. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ തിരിച്ചു. ഇപ്പൊ പറഞ്ഞിട്ട് പോലെ ഉള്ളൂ ഹോട്ടൽ ഒരു തീരുമാനിക്കും. ഹോട്ടൽ അറിഞ്ഞു അറിയാൻ വേണ്ടിയാ. ഞാനിട്ട് നീ ഏത് മീഡിയ? അത് KK മീഡിയ. ശരിടാ, ഓക്കെ. ആ പാർട്ടിയുടെ ചെലവ് ഇൻഷുറൻസ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ KK മീഡിയ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആദ്യം വിചാരിച്ചിരുന്നു ഈ KK മീഡിയ ഇനി PR അസോസിയേഷനിൽ ജോയിൻ ചെയ്തു ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടും. കാരണം അവ ഇന്നെങ്ങനെ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിഷ്ണു. ഉർവശിച്ചിട്ട് ഇന്റർവ്യൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തപ്പോഴേക്കും ഞാനിങ്ങനെ നോക്കുക ആരാണ്, ഞാനും മാധ്യമപ്രവർത്തനത്തിന് ഓൺലൈനിലൊക്കെ വന്നതാണല്ലോ, ആരാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നോക്കുമ്പോഴേക്കും മോഹൻലാൽ സാറിന്റെ ആ ഒരു കണ്ണ് വന്ന കണ്ട് ആ ഒരു സാധനം കണ്ടന്റ് എടുത്ത് വിഷ്ണു ഒറ്റയ്ക്ക് അങ്ങ്
റേസ് ചെയ്ത് കയറി പോകാം. കാരണം ഒരു സാധനത്തിൽ നിന്ന് എങ്ങനെ ഇപ്പൊ ധ്യാനായിരുന്നാലും ഒരു സൈഡ് വഴി കൊണ്ടുപോയി ഒരു സൈഡിലേക്ക് വെച്ച് ആശ്വസിപ്പിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് കണ്ണുകൾ ബാക്കി ആ കണ്ടന്റ് എടുക്കുന്നത് ആ കണ്ണിന് വിഷ്ണുവിനും അഭിനന്ദനങ്ങൾ. പിന്നെ ഈ പാർട്ടിക്ക് വിളിച്ചു ഇന്നൊരു ആദരവുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് തന്നെ പ്രതീക്ഷേട്ടാ ഗുഡ് മോർണിംഗ്, രാവിലെ ഞാൻ അറിഞ്ഞു നിങ്ങൾ വേറൊരു യൂട്യൂബിന് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കണമെന്ന്. ഞങ്ങൾക്ക് മാത്രം കമലഹാസൻ ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ തിരിച്ച് ഒരാളെ മെസ്സേജ് അയച്ചു, നമ്മുടെ അഭിത. ഞാൻ പറഞ്ഞു നിന്റെ പാർട്ടിക്ക് വരുന്നില്ല, ഒന്നിനും വരുന്നില്ല. അത്രക്ക് ഈച്ച് ഫോളോയിങ് ആണ് അഭിത ചെയ്യുന്നത്. അപ്പൊ അഭിതയ്ക്ക് ഹാറ്റ്സ് ഓഫ്. അപ്പം ഈ ഒരു ടീം, കാരണം ഇത്രയും പേര് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഓ യൂട്യൂബിൽ വന്നിട്ട് ഇത്ര ഈസി ആണോ? സത്യം പറഞ്ഞാൽ ഹിന്ദിയിലേക്ക് വൻ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാര് അന്ന് ഒരു 10-15 വർഷം മുമ്പ് ഇതിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ എഴുതി കൊടുക്കും. അപ്പൊ അവരൊരു പേപ്പറിന്റെ സൈഡിൽ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ എഴുതി വാങ്ങിച്ചു. പക്ഷെ ആ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ ചുമ്മാ വാങ്ങിച്ചിരുന്ന കോടികളാണ്. അതുപോലെ ഇദ്ദേഹം അന്ന് ഇതിന്റെ കൂടെ ശക്തമായിട്ട് നിന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ഒരു പ്രസ്ഥാനം വളർന്നു വന്നത്. ഒപ്പം ഈ ഒരു പേര് തക്കുടു തരികിട കുക്കുടു എന്ന് പറയുന്ന സാധനത്തിന് പകരം മൂവി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഈ മൂവി വേൾഡ് ഇനിയും എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റ് നോക്കി ഫോണിൽ നോക്കി തന്നെ വായിക്കട്ടെ. നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഇത് പടർന്ന് പന്തലിക്കട്ടെ. പിന്നെ എല്ലാ പിആർഒസും ഏകദേശം ഉള്ളവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. സന്തോഷം. അപ്പൊ മൂവി വേൾഡിന് എല്ലാവരുടെ ആശംസകളും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ, എപ്പോഴും സ്വന്തം സിനിമയിൽ പോലും റോളുന്ന ഒരു മനുഷ്യൻ. ഞാൻ സിനിമ കണ്ടു, അടിപൊളിയായിരുന്നു. എന്തായാലും ആ ഒരു കരിയറിൽ ഒറ്റയ്ക്ക് ഇന്ന് ഹിറ്റ് അടിച്ച എന്റെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. ഒരു കൈ കൊടുക്കാം എല്ലാവർക്കും. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത് നമ്മൾ ആദരിക്കേണ്ട സീതയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീത ഒരു കൈ കൊടുക്കുന്നത് സീതയിലേക്ക് സ്വാഗതം. നല്ല കൈ കൊടുക്കാം. കൈയ്ക്ക് ശക്തിയില്ല, എന്ത് പറ്റുന്നു? സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ വിഷ്ണുവിന്റെ അടുത്തോ അഭിനയുടെ അടുത്തോണം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഇൻവിറ്റേഷൻ വന്നപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത് കേട്ടോ മൂവി വേൾഡ്. ഞാനെപ്പോഴും ഈ നമ്മളുടെ അടുത്ത് മൂവി വേൾഡിന്റെ പേര് ഇന്റർവ്യൂകളും എന്തെങ്കിലും വരുമ്പോൾ അത് മാത്രമേ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഇത്രയും കാലത്തെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്, ജേർണി ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. നല്ല ഇനി നമ്മൾ ആദരിക്കാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ നമ്മൾ ആദരിക്കുകയാണ്. നമ്മളൊപ്പം നിൽക്കുന്ന ഇവരുടെ മാത്രമല്ല എല്ലാ സംരംഭകരോടൊപ്പം നിൽക്കുന്ന ടീം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഒത്തിരി പേരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഒരു കൈ കൊടുക്കുക, നല്ല കൈ കൊടുക്കുക. സ്വാഗതം ചെയ്യാം. നല്ല കൈ കൊടുക്കുക. നമസ്കാരം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് എങ്കിലും 3 ദിവസം മുമ്പ് PRO മെമ്പറായി ഞാൻ മാറിയിരിക്കുകയാണ്. ഈ ഇങ്ങനൊരു വേദി എന്നെ വിളിച്ചതിൽ മൂവി വേൾഡിനോടും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. മാർക്കറ്റിംഗ് സെക്ഷനിലുള്ള നമ്മുടെ അക്ഷയ് ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൈ കൊടുത്തുകൊണ്ട് അക്ഷയ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജനിക്കുന്ന സമയം തൊട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാൻചേട്ടൻ്റെ പേഴ്സണലി അറിയാം. പുള്ളിയുടെ കൂടെ ഒരു സ്പേസ് ഇവിടെ നിൽക്കാൻ പറ്റി. അതിന് അവസരം തന്ന മൂവി വേൾഡ് തന്നെ. പിന്നെ അതിലേക്ക് വരാം. പിന്നെ അഭിനയിച്ചാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോളോ അപ്പിൻ്റെ കാര്യത്തിൽ അഭിത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സംഭവമാണ്. ഞാനിവിടെ പറയാം. പിന്നെ രജനി ചേട്ടൻ ഒരു പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സീക്രട്ടുകൾ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എൻ്റെ ലൈഫിൽ അത്രത്തോളം അതെ. പിന്നെ സാറിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ആക്ച്വലി ജയഗണേഷ് എൻ്റെ ഒരു പാർട്ടായിരുന്നു. ആ സമയത്ത് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ നമ്മൾ ഓഫീസിൽ വന്ന സമയത്ത് അവിടുത്തെ ഷെൽഫ് കണ്ടിട്ട് ഞെട്ടിയതാ. സോ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ ആള് 98-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ജനിച്ചത് 99-ലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അധികമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമില്ല. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സ്പേസ് തന്നതിൽ. വിഷ്ണുവിനെ കാണുന്നില്ല. പിന്നെ ചേട്ടൻ്റെ അവതരണം എനിക്ക് ഇഷ്ടമായിട്ടോ, രസമായിട്ടുണ്ടോ. ഓക്കെ, താങ്ക് യു.
അൻസിൽ റഹ്മാൻ മലയാള സിനിമയിൽ കണ്ണാടി കടവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന് നിരവധി ആൽബങ്ങളിലൂടെയും സീരിയലുകളൊക്കെ പ്രശസ്ത അൻസിൽ റഹ്മാൻ ഒരു ആശംസയ്ക്ക് വേണ്ടി ഒന്ന് ഞാൻ ക്ഷണിക്കുന്നു. ഒരു കൈ കൊടുത്തോടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ. കാരണം വളരെ ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ് ഞാൻ. ആര്യ ഇഷാക്കിയായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ PR വർക്ക് ചെയ്ത ജോസറിൻ്റെ കൂടെ ഉണ്ട്. 2000 കണ്ണാടികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ജോസറിനാണ് PR വർക്ക് ചെയ്തത്. പിന്നെ ഷെജിൻ പഴയൊരു ആൽബങ്ങളൊക്കെ അഭിനയിച്ച് തുടങ്ങിയപ്പോഴേക്കും ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു. പിന്നെ ഈ ഓൺലൈൻ മീഡിയയിൽ ഒരുപാട് പേര് എനിക്ക് അത്ര പരിചയമില്ല. പ്രതീക്ഷനെ അറിയാം. പിന്നെ ചേട്ടൻ്റെ ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ രതീഷേട്ടനെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഓൺലൈൻ മീഡിയയിൽ ദിനേശേട്ടൻ ഒരുപാട് സീനിയറാണ്. നിങ്ങൾ എല്ലാവരും ഓൺലൈനിലെ എല്ലാ യൂട്യൂബ് ഞാൻ വാച്ച് ചെയ്യുന്ന ആളാണ് സ്ഥിരമായിട്ട്. ഓൺലൈൻ സൂപ്പർ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന് ഇന്റർവ്യൂ കാണുമ്പോഴേക്കും നമ്മളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. കാരണം എല്ലാം കാണുമ്പോഴേക്കും പറയുക എന്നുള്ളതിനുപരി പറയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം. നല്ല രസമുണ്ട്. ഒരുപാട് ചില സമയങ്ങളിലൊക്കെ സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ കാണുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാലോ സത്യം എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നതിലും അതിന് പ്രധാന കാരണക്കാരനായ ഇൻഷാക്കിന്റെ എല്ലാവിധ അനുമോദനങ്ങളും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴേക്കും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം സീരിയലൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്, സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഏകദേശം ഒഫീഷ്യൽ പരിപാടികൾ കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താറുണ്ടല്ലോ. നിരവധി ആൽബങ്ങൾ, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുകൾ മൂവി വേൾഡിലൂടെ നമുക്ക് സമ്മാനിച്ച ജോജി ചേട്ടൻ ഞാൻ ഒന്ന് വിളിക്കുക. മ്യൂസിക് ഡയറക്ടറാണ്. അതായത് നമ്മൾ ഹിറ്റ് ഗാനങ്ങൾ നമ്മൾ കൃഷ്ണേട്ടൻ പാടി അല്ലെങ്കിൽ ദാസാറ് പാടി മർഗോസാറ് പാടിയപ്പോഴൊക്കെ നമുക്ക് സമ്മാനിച്ച മ്യൂസിക് ചെയ്തിട്ടുള്ള അദ്ദേഹം ഞാൻ ജോജിനെ കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി. മൂവി വേൾഡിന്റെ മറ്റൊരു എന്താ പറയുക സംഗീത സെക്ഷൻ നോക്കുന്ന ഒരാളാണ്, മ്യൂസിക് സെക്ഷൻ നോക്കുന്ന ആളാണ് ജോജി ചേട്ടൻ. ഗുഡ് ഈവനിങ്. ഒത്തിരി സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ. എൻ്റെ കാരണം എന്ന് വെച്ചാൽ മൂവി വേൾഡിൻ്റെ എല്ലാമായ ഇൻഷാദ് നസീം, അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിനുമായിട്ട് ഏറ്റവും ആദ്യത്തെ പരിചയമുള്ളൊരു വ്യക്തി ഞാനായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് മ്യൂസിക് പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ കുറേ ഒത്തിരി ആൽബങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ സംഗീത ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് ഓർക്കാനും എൻ്റെ മക്കളുടെ മക്കൾക്ക് ഓർക്കാനും ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു എന്ന് ഓർക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു ഗാനം ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഗാനം നിർമ്മിച്ചത് ശ്രീ ഇൻഷാദ് നസീമാണ്. പാട്ട് 4 പേര് മാത്രമേ പാടിയൂ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. അദ്ദേഹം തന്നതല്ലാതെ ഒന്നുമില്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും എന്നും കടപ്പെട്ടിരിക്കും. ഇത് ഞങ്ങളും ആ സഞ്ചാരം തുടരുകയാണ്. മൂവി വേൾഡിന്റെ ഓരോ കാര്യങ്ങൾ, മ്യൂസിക് ഷാക്ക്, അവിടുന്ന് മൂവി വേൾഡ് മീഡിയ, അങ്ങനെ ഓരോ സെക്ഷൻ, ഓരോരോ കാര്യങ്ങളിലേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോഴും കാലത്തിന് മുമ്പെയാണ് സഞ്ചരിക്കുക. നമ്മൾ പലരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് യൂട്യൂബിന്റെ സ്പെല്ലിംഗ് അറിയുന്ന സമയത്ത് അതിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അത്രമാത്രം അതിനു മുമ്പുള്ള ഒരു കഠിനമായ ഒരു പരിശ്രമം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും
പറയുമ്പോൾ കുറച്ച് എക്സാജറേഷൻ ആയി പോകുമെങ്കിലും ഒരു പാഠപുസ്തകമാണ്. നമുക്ക് ബിസിനസ് രംഗത്ത് വളരുന്നവർക്കും അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ ഓരോ പടവുകൾ കയറി വിജയത്തിലേക്ക് പോകുന്നതിന് ഒരു വ്യക്തിയുടെ കഠിനമായ പരിശ്രമം ഒരു വ്യക്തിയെ എങ്ങനെ ഒരു വിജയത്തിൽ എത്തിക്കും എന്നുള്ളതിനൊക്കെ വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ശ്രീ ഇർഷാദ് നസീം. ഈ മൂവി വേൾഡിന്റെ എല്ലാ വളർച്ചയിലും ഏറെ സന്തോഷിക്കുന്നു. അവിടെ ജോലി ചെയ്യാൻ അവിടുത്തെ ഒരു പാർട്ടായിട്ട് മാറുന്നതിൽ ഒത്തിരി മനസ്സുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പാഠപുസ്തകമാണ്, പക്ഷെ അപ്പോസിഷൻ കുറെ ഉണ്ടാവും, സൂക്ഷിച്ചുകൊണ്ടും ബന്ധപ്പെടുക. ഇവിടെ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തി, നമ്മുടെ ഈ PR കുടുംബത്തിലേക്ക് എത്തിയ നമ്മുടെ ധ്യാനം ആയിരിക്കും ഒരു മൊമെന്റ് നൽകി അല്ലെങ്കിൽ ഒരു സ്നേഹോപകാരം നൽകി ആദരിക്കുകയാണ്. മൂവികളുടെ ഞാൻ ഇർഷാദിക്കുകയും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കൈ കൊടുക്കും എല്ലാവരും ചേർന്ന് കൈ കൊടുക്കും. മൂവികളുടെ കുടുംബം നൽകുന്ന ഒരു സ്നേഹോപഹാരം രണ്ടുപേർക്ക് നൽകുകയാണ്. ഒരു കൈ കൊടുക്കാം, നല്ല കൈ കൊടുക്കും. അത് വേറെ ഫോട്ടോയിൽ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു മധുരമായ ദിവസത്തിന്റെ ഏകദേശം ചെറിയൊരു ചടങ്ങ് ഇവിടെ പൂർത്തിയായി നിർത്തുന്നു. വീണ്ടും കാണാം. ബൈ. താങ്ക് യു. മൂവികളുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.